Hello everyone. Today we are discussing about numerical aperture of an optical fiber. First of all, what do you mean by numerical aperture? Numerical aperture is the light gathering power of an optical fiber, which is the sign of acceptance angle. അതായത് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലൈറ്റ് ഗ്യാതറിംഗ് പവറിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന് എത്രമാത്രം ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ആ എബിലിറ്റിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കുക? വിച്ച് ഈസ് ദി സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ സൈൻ വാല്യൂ ആയിരിക്കും. അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് അക്സെപ്റ്റ് ചെയ്യുന്ന ആംഗിൾ, അതിൻ്റെ സൈൻ വാല്യൂ ആയിരിക്കും ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് അക്സെപ്റ്റഡ് ബൈ ദി ഫൈബർ. അതായത് ഒരു ഫൈബറിന് എത്രമാത്രം എമൗണ്ട് ഓഫ് ലൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ മെഷർമെൻറ്റിനാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. വിച്ച് റെപ്രസെൻറ്റ്സ് ദി സെൻസിറ്റിവിറ്റി ഓർ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ദി ഫൈബർ. അത് ഒരു ഫൈബറിൻ്റെ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റിനെയാണ് നമ്മൾ ഇത് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നുള്ള ടേം റെപ്രസെൻറ്റ് ചെയ്യണത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ എ, ദാറ്റ് ഈസ് സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ, വിച്ച് ഈസ് ഈക്വൽ ടു √(n1² - n2²). n1 ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ, n2 ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. ഓക്കെ, ദെൻ ലിസൺ ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഒപ്റ്റിക്കൽ ഫൈബറാണിത്. ഇവിടെ കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഷീറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസിലൂടെ എന്താണ്, ലൈറ്റ് ഒരു ഔട്ട്സൈഡ് മീഡിയത്തിൽ നിന്ന് ഇവിടെ എൻറ്റർ ചെയ്യുന്ന ആംഗിളാണ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഈ അക്സെപ്റ്റൻസ് ആംഗിളിലൂടെ ഇത് ഫൈബറിലേക്ക് എൻറ്റർ ചെയ്ത ലൈറ്റ് വേവ് ബി എന്നുള്ള പോയിന്റിൽ നിന്ന് റിഫ്രാക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്രാക്റ്റ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ആർ. ഈ റിഫ്രാക്റ്റ് ചെയ്ത ലൈറ്റ് സി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാവും. അതായത് എപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക? ഈ വരുന്ന വരുന്ന ലൈറ്റിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാവുമ്പോൾ 90 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ക്രിറ്റിക്കൽ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുന്ന സമയത്താണ് സി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് എന്താണ്, ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമായി തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി എന്താണ്, നമ്മളുടെ എ ബി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ അക്സെപ്റ്റൻസ് ആംഗിളാണ് തീറ്റ എ. ബി സി എന്നുള്ള പോയിന്റിൽ വെച്ച് അത് റിഫ്രാക്ഷൻ സംഭവിക്കും, സി എന്നുള്ള പോയിന്റിൽ വെച്ച് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഈ ബി എന്നുള്ള പോയിന്റിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് സ്നെൽസ് ലോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2/n1. ഇതാണ് സ്നെൽസ് ലോൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2/n1. എന്താണ് സൈൻ ഐ എന്ന് പറയുന്നത്? സൈൻ ഐ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസിഡൻറ്റ് ആംഗിൾ, സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ. സൈൻ ആർ എന്ന് പറയുന്നത് സൈൻ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ. n2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് സൈൻ തീറ്റ എ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ആർ ഇസ് ഈക്വൽ ടു സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ദാറ്റ് ഈസ് n1. ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മീഡിയത്തിൻ്റെ, നമ്മൾ ഔട്ട്സൈഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ദാറ്റ് ഈസ് nm. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ nm സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു n1 സൈൻ തീറ്റ ആർ കിട്ടും. അതിന് നമുക്ക് സൈൻ തീറ്റ എ കണ്ടുപിടിക്കാം, n1/nm സൈൻ തീറ്റ ആർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ BCN എടുക്കുക. അതായത് ഇതാണ് ട്രയാങ്കിൾ BCN. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ BCN. ട്രയാങ്കിൾ BCN എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും,
കോസ് തീറ്റാറിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ സൈൻ തീറ്റ സിയുടെ വാല്യൂവും സെയിം ആണ്. എന്താണ് കോസ് തീറ്റാർ എന്ന് പറയുന്നത്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ദാറ്റ് ഈസ് തീറ്റാറിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് BN ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് BC. അത് തന്നെയാണ് സൈൻ തീറ്റ സി, ദാറ്റ് ഈസ് BN ഡിവൈഡ് ബൈ BC. ഇപ്പോൾ രണ്ടും എന്താണ്? ഈക്വൽ ആണ്. കോസ് തീറ്റ ആറും സൈൻ തീറ്റ സിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ് തീറ്റ ആർ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ സി എന്ന് പറയാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ അറ്റ് ക്രിറ്റിക്കൽ ആംഗിൾ, അതായത് ക്രിറ്റിക്കൽ ആംഗിൾ ആവുന്ന സമയത്ത് സി എന്നുള്ള പോയിന്റിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും സൈൻ തീറ്റ സി. അതായത് ഈ ക്രിറ്റിക്കൽ ആംഗിളിൽ ഇവിടെ ഇൻസിഡൻ്റ് ആവുമ്പോൾ ഉള്ള ഇൻസിഡൻ്റ് ആംഗിളാണ് തീറ്റ സി. ആ സമയത്തുള്ള റിഫ്രാക്ഷൻ ആംഗിളാണ് സൈൻ തീറ്റ 19 ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് ക്ലാഡിംഗ് ആണ്. ദാറ്റ് ഈസ് N2/N1. അപ്പോൾ നമുക്കറിയാം സൈൻ Nയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ സൈൻ തീറ്റ സി ഇസ് ഈക്വൽ ടു N2/N1 ഇൻറ്റു 1 ആണ് വരിക. ദാറ്റ് ഈസ് N2/N1. ഇനി നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ ആർ, നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്താവും? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആവും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ആർ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആർ ആണ്. നമുക്കറിയാം കോസ് തീറ്റ ആർ സൈൻ തീറ്റ സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഈ കോസ് സ്ക്വയർ തീറ്റ ആറിൻ്റെ സ്ഥാനത്ത് സൈൻ സ്ക്വയർ തീറ്റ സി കൊടുക്കാം. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ സിയുടെ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു, N2/N1 ആണ്. അപ്പോൾ ഇവിടെ N2 സ്ക്വയർ മൈനസ് N1 സ്ക്വയർ വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് N2 സ്ക്വയർ മൈനസ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ ഡിവൈഡ് ബൈ N1 സ്ക്വയർ കിട്ടും. ഇനി N1 സ്ക്വയർ ഈ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ N1 സ്ക്വയർ സൈൻ തീറ്റ ആർ ഇസ് ഈക്വൽ ടു N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ട് ആവും. ദാറ്റ് ഈസ് N1 സൈൻ തീറ്റ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യുക. അതായത് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇതാണ്. സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിളാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N1 സൈൻ തീറ്റ ആർ ഡിവൈഡ് ബൈ NM ആണ്. ഇവിടെ NM സൈൻ തീറ്റ ആർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, റൂട്ട് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. അപ്പോൾ സൈൻ തീറ്റ എന്താവും? റൂട്ട് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ ഡിവൈഡ് ബൈ NM എന്നാണ് നമുക്ക് വരിക. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 1 ഇംപ്ലൈസ് NA is equal to sin theta A is equal to root N1 square minus N2 square divided by NM. ഇനി NM that is refractive index of the medium which is equal to 1 ആണെങ്കിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? NA is equal to sin theta A is equal to root of N1 square minus N2 square വരും. That is the numerical aperture of an optical fiber. N1 is the refractive index of the core, N2 is the refractive index of the cladding. Okay.